ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ട്രേസർ എക്സാമുകൾ നമ്മൾ നിമിയുടെ ബുക്ക് വെച്ച് പഠിക്കണം. നിമിയുടെ ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എല്ലാ സെഷനിലും പറയുന്നു. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ലൈവ് കണ്ടക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പേഴ്സണലി നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ് നിമി വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്, നിമി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിമി വായിച്ച് നിമിക്കകത്ത് കുറച്ച് തെറ്റുകളുണ്ട്, ആ തെറ്റുകൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കും. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ നിമി എന്താണെന്നും നിമി എവിടെ നിന്ന് കിട്ടും, എങ്ങനെ അത് വെച്ച് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ കോഴ്സസ് എല്ലാം തന്നെ നമുക്ക് ഓവർസിയർ ബാച്ചസ് ആയിട്ട് എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സസിനെ കുറിച്ച് അറിയാനായി താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. സോ സമയം കളയുന്നില്ല, നിമി നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഭാരത് സ്കിൽസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴേക്ക് വരുന്ന റിസൾട്ട്സിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഭാരത് സ്കിൽസിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇലക്ട്രീഷ്യൻ CTS. അതിലേക്ക് പോവാതെ ഡയറക്റ്റ്ലി ഈ പേജിലേക്ക് തന്നെ പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ CTS ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് കുറേ നമുക്ക് അപ്രന്റീസ്ഷിപ്പ് ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ടീച്ചിങ്ങും ഉണ്ട്, ലേണിംഗും ഉണ്ട്. നമുക്ക് വേണ്ട ടീച്ചിങ് അല്ല, നമുക്ക് വേണ്ട ലേണിംഗ് ഓപ്ഷനാണ്. ലേണിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജ് ഇങ്ങനെ വരാം. അവിടെ ലേണിംഗ് കണ്ടന്റ്സ് അവൈലബിൾ ആണ്. ഒരുപാട് സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് കാണാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക് അങ്ങനെ കാണാം. ഇതിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ് നമുക്ക് വേണ്ടത്. സിവിലുകാർക്ക് വേണ്ടത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും. ആ പേജിനകത്ത് ട്രേഡ് പ്രാക്ടിക്കൽ കാണും. ട്രേഡ് പ്രാക്ടിക്കൽ അല്ല നമുക്ക് വേണ്ടത്, താഴെയായിട്ട് ട്രേഡ് തിയറി കാണും. അതിൽ നമുക്ക് ഹിന്ദിയിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതായത് ഓരോ വർഷത്തെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞ് കാണും. അത് നിങ്ങൾ കറസ്പോണ്ടിംഗ്ലി സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. PDF ആഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ബെറ്റർ സ്പൈറൽ ചെയ്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി നിമിക്കകത്ത് ചെറിയ ചെറിയ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ പഠിച്ചു വെക്കരുത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഒരു റെഫറൻസ് വേണം സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക്. ഇനി അതല്ല, നമ്മുടെ ക്ലാസ്സസിലാണെങ്കിൽ നമ്മൾ നിമി ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മുടെ ക്ലാസ്സസുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സിമിലാരിറ്റി മനസ്സിലാവും. ബിക്കോസ് നമ്മുടെ കണ്ടന്റ് കംപ്ലീറ്റ്ലി 100% പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിമിയുടെ ടെക്സ്റ്റ് ബുക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി കാണാനും സാധിക്കും. തെറ്റുകൾ അവിടെ തിരുത്തി നമ്മൾ കറക്റ്റ് വാല്യൂസ് വിത്ത് റെഫറൻസ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിമി വെച്ച് പഠിക്കുമ്പോൾ തെറ്റായ വാല്യൂസ് പഠിക്കരുത്. കറക്റ്റായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഇങ്ങനെയാണ് നമുക്ക് നിമിയുടെ ബുക്ക് കിട്ടുന്നത്. ഇനി നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പം നിമിയുടെ ബുക്ക് വെച്ച് പഠിച്ചിട്ട് AE എക്സാംസ് എഴുതാൻ പറ്റുമ്പം ആ ഒരു സബ്ജക്ട്സിന് വ്യത്യാസം വരത്തില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് വരും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടല്ലോ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, അങ്ങനെ നമുക്ക് രണ്ടിനും വേണ്ടുന്ന സബ്ജക്ട്സ് ആദ്യം വെയിറ്റേജ് കൊടുത്ത് പഠിക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിംഗ്ലി AEക്ക് വേണ്ടി ചെറിയൊരു നോട്ട്സും കൂടി എക്സ്ട്രാ തയ്യാറാക്കി വെക്കുക. അതായത് അത് കോഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. AEയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഈവൻ ഫ്രം ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് കോഡിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് വരുന്നത്. സോ കോഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സൈഡ് ബൈ സൈഡ് ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നു. അതൊരു ചോയ്സ് ആയിട്ടോ പ്ലാൻ B ആയിട്ടോ നിങ്ങൾ എടുക്കരുത്. നമുക്ക് വേണ്ടുന്ന ഒരു ജോലിയായിട്ട് തന്നെ കണ്ട് അതും കൂടി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നിമിയുടെ ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. കാണാൻ പറ്റും വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൻ്റെ ഇവിടെ സെമസ്റ്റർ വൈസ് ഇംഗ്ലീഷും പല ലാംഗ്വേജസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഇംഗ്ലീഷ് ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക്സും അവൈലബിൾ ആണ്. അത് അത്ര കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തില്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ കിട്ടത്തുള്ളൂ. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫെമിലറൈസ് ചെയ്യാം. പിന്നെ നമുക്ക് ഓൾറെഡി മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ റിവിഷൻ സീരീസിലൊക്കെ നമ്മൾ നിമിയുടെ വേറെ സ്റ്റേറ്റിൻ്റെ ഡ്രാഫ്റ്റ്സ്മാൻ എക്സാം ഈ ബുക്കിനെ ബേസ് ചെയ്ത് നടന്നിട്ടുള്ള വേറെ സ്റ്റേറ്റിൻ്റെ ഡ്രാഫ്റ്റ്സ്മാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 പഠിക്കാനുള്ള നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഒരിക്കലും വേറെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്സ് കിട്ടത്തില്ലെന്നല്ല, 60 വരെ മാർക്ക് കിട്ടും. പക്ഷേ 60+ ഒക്കെ കയറണമെങ്കിൽ എക്സ്ക്ലൂസീവ്ലി നിമിയിൽ നിന്ന് മാത്രമുള്ള കണ്ടൻസ് ചോദിക്കാറുണ്ട്. അത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ തറവായിട്ട് നിമി വായിച്ചിരിക്കണം. ഓക്കെ, അപ്പം എല്ലാവരും നിമി എടുത്ത് ഇന്ന് തന്നെ നമ്മുടെ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. ബിക്കോസ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരാനുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. താങ്ക് യു.